വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിജിത്ത് വ്ളോഗ്സ് ആണ്. ഇപ്പോൾ ഞാനുള്ളത് മണ്ണാറപ്പാറയിലാണ്. അതായത് കോന്നിയിൽ നിന്ന് കല്ലേലി അമ്പലം കഴിഞ്ഞ് കുറച്ച് ഉള്ളിലേക്ക് വനത്തിലേക്ക് വരുമ്പോഴാണ് ഈ കാണുന്ന ക്വാർട്ടേഴ്സിലാണ് ഞങ്ങൾ. ഇന്നലെ വൈകിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, അതായത് ഇവിടെ വാച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവിനെ കാണാൻ വേണ്ടി ഈ ക്വാർട്ടേഴ്സിൽ വന്നതാണ്. അതുകൊണ്ട് ഈ റോഡിൻ്റെ രണ്ട് വശവും വനമാണ്. ഈ കാണുന്ന മരത്തിന് താഴെ അച്ചൻകോവിലാറാണ്. ഇപ്പോൾ കാണാൻ പറ്റില്ല, നമുക്ക് പിന്നെ താഴേക്ക് പോവുകയാണെങ്കിൽ കാണിക്കാം. ഈ ക്വാർട്ടേഴ്സിലാണ് വന്നത്. ഈ വണ്ടിയിലൊക്കെയാണ് ഞങ്ങൾ ഇന്നലെ വന്നത്. ഈ റോഡ് നേരെ കല്ലേലി, അതായത് കോന്നി കല്ലേലി അമ്പലത്തിൽ നിന്ന് നേരെ അച്ചൻകോവിലേക്കുള്ള വഴിയാണ്. അവിടെ നേരെ തമിഴ്നാട്ടിലൊക്കെ പോകാനുള്ള വഴിയാണ് ഇത് ഫുള്ള് രണ്ട് സൈഡും വനമാണ്. അപ്പോൾ അവിടെയാണ് ഈ ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കല്ലേരിയിൽ നിന്നാണ് സാധാരണ ഞങ്ങളിങ്ങനെ നേരെ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടെ പാലം പണിയാണ്ട് പാലം പൊളിഞ്ഞിടക്കുകൊണ്ട് വണ്ടിയൊന്നും വിടത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ വണ്ടി അവിടെ അപ്പുറത്തോടെ വേറെ റോഡ് വിട്ട് വണ്ടി വിടുന്നുണ്ട്. പക്ഷേ ഞങ്ങളത് അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ വരാൻ വേണ്ടിയിട്ട് ഒരു വഴിയുള്ളൂ, അത് പത്തനാപുരം വഴി കറങ്ങി, അതായത് ഈ റോഡിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ റോഡിൽ കുറുകെ മരവും എല്ലാം വീണ് നടക്കും. ഞങ്ങളുടെ ഉള്ള വെട്ടുകത്തിയൊക്കെ ഞങ്ങൾ വെച്ച് മാക്സിമം അത് വെട്ടി മാറ്റാൻ നോക്കിയെങ്കിലും അപ്പോൾ അവിടെ ഈ കാട്ടിൽ മുള വെട്ടാൻ വന്നവർ പറഞ്ഞു അപ്പുറത്ത് നിങ്ങൾ പോയാലും അവിടെ ഇതിനേക്കാൾ വലിയ മരമാണ് മുറിഞ്ഞ് കിടക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ വേറെ വഴി പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയാം. ഞങ്ങൾ പിന്നെ തിരിച്ച് ഇവിടെ അതിരെങ്കിലും വഴി കയറി പിന്നെയും കല്ലേലി അമ്പലത്തിൻ്റെ ഇവിടെ നേരെ വന്ന് അതായത് ഈ ക്വാർട്ടേഴ്സിൻ്റെ ഈ 4 വശവും ഇങ്ങനെ ചതുരത്തിൽ ഇങ്ങനെ കുഴി എടുത്തേക്കും. അതായത് ഇവിടെ ആനശല്യം കൂടുതലുള്ള സ്ഥലമാണ്, അതുകൊണ്ട് ആനയൊന്നും ഇവിടെ അക്കരയിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുഴി എടുത്തേക്കുക. നമ്മുടെ പിള്ളേർ സെറ്റെല്ലാം അവിടെ ഉണ്ട്. അവിടെ രണ്ടുപേരും ഗോലികളിയാണ്, ഭയങ്കര ഗോലികളിയാണ്. ഇതാണ് ഞാൻ മുമ്പേ കാണിച്ച കുഴി. അതായത് ആ വീട് നിൽക്കുന്നതിൻ്റെ 4 വശം ഇങ്ങനെ കുഴികൾ പിടിച്ചേക്കും. പിന്നെ ഇവിടെയൊക്കെയാണ് ഓരോ കൃഷികളുണ്ട്, വാഴയും പേരയ്ക്കയും, പിന്നെ അതുപോലെ തന്നെ ചീനിയും, അങ്ങനെ ഓരോ കൃഷികളൊക്കെ ഉണ്ട്. വലിയ ആഴമുള്ള കുഴിയൊന്നും എങ്കിലും ആനയ്ക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു കുഴിയാണ്. അതായത് ആനേൻ്റെ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ കുഴിയെടുത്ത് വെച്ചേക്കുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അവിടെ ഒരു ഉണക്കമരം നിൽക്കുന്നുണ്ടോ. അങ്ങനെ ഞങ്ങൾ ഗോലികളിയൊക്കെ കഴിഞ്ഞ് നേരെ ചീട്ട് കളിക്കാൻ പോവാം. പയ്യന്മാരുടെ വണ്ടി കളിക്കുന്നുണ്ടോ, മണ്ണ് നിറയ്ക്കുക. തമ്പൂസേ ഇങ്ങോട്ട് നോക്കി. തമ്പൂസൊക്കെ അവിടെ ലോഡിങ്. അങ്ങനെ ചായ വന്നിരിക്കുകയാണ്. ചായ ഇതെല്ലാം ബോർഡടിച്ചിരിക്കുക. കൈ കാണുന്നുണ്ടായിരുന്നു എടുക്കാൻ. നല്ല ചായ, നല്ല ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ കുടിക്കുകയാണ്. കഞ്ഞി അസ്ത്രം. എന്തോ സ്പൂണോ? ആദ്യം വന്ന് എടുത്തു വന്നു ഞാൻ ഇറങ്ങിയരാം. ആൾക്കാർ തമ്പൂസനാണോ? കുഞ്ഞ് സ്പൂൺ. ഞാൻ ഒരു ഫ്ലൈങ് സ്പൂൺ.